നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ബസ് നഷ്ടമാണെന്ന് അധികാരമേറ്റ ഉടൻ ഗണേഷ് കുമാർ വാദിച്ചിരുന്നു. മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് KSRTCയുടേതായി പുറത്തു വന്നത്. ഇത് ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചിരുന്നു. ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടത്തിയ ചർച്ചയിൽ KSRTC MD സ്ഥാനം ഒഴിയാൻ ബിജു പ്രഭാകർ സന്നദ്ധത അറിയിച്ചിരുന്നു. MD സ്ഥാനം ഏപ്രിലിൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ ചെയർമാനായി തുടരാമെന്നുമാണ് ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ CMD സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. അന്ന് മന്ത്രി ആന്റണി രാജുവാണ് പിന്തിരിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം 9 കോടി പിന്നിട്ടിരുന്നു. ആന്റണി രാജു നടപ്പാക്കിയ പരിഷ്കരണങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഈ ബസ്സിന് പുറമെ 2.5 വർഷത്തിനിടെ നടപ്പാക്കിയ ഷെഡ്യൂൾ, ഡ്യൂട്ടി, സ്പെയർ വാങ്ങൽ, ഓൺലൈൻ പരിഷ്കാരങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ബസിൻ്റെ കാര്യത്തിൽ മന്ത്രിയെ CPM തിരുത്തിയെങ്കിലും സ്മാർട്ട് സിറ്റി, കിഫ്ബി, PM ഇ-സേവ എന്നിവയിലെ ഈ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ബിജു പ്രഭാകർ തിരിച്ചെത്തിയത്. KSRTCയിൽ ഈയിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിച്ച 4 KS-കാരിൽ ഒരാളെ MD സ്ഥാനത്ത് എത്തിക്കാനും അണിയറ നീക്കമുണ്ട്. ബിജു പ്രഭാകറിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് 4 KS-കാരെ നിയോഗിച്ചത്.